ഇന്ന് വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയും സ്കോട്ട്ലൻഡുമാണ് നേർക്കുനേർ വന്നത്. ഈ മത്സരം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. സ്കോട്ട്ലൻഡ് ടീം ഓസ്ട്രേലിയൻ ടീമിനെ വിറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഫസ്റ്റ് ബാറ്റിംഗിൽ 150 റൺസാണ് സ്കോട്ട്ലൻഡ് അടിച്ചുകൂട്ടിയത്. ഓസ്ട്രേലിയൻ ബൗളേഴ്സിന് കണക്കിന് കിട്ടി. സ്കോട്ട്ലൻഡ് ഇങ്ങനെ കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇന്നത്തെ മാച്ച് അവരെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. ഇന്ന് സ്കോട്ട്ലൻഡ് കളി ജയിച്ചാൽ അവര് സൂപ്പർ 8ലേക്ക് കടക്കും. ഇംഗ്ലണ്ട് പുറത്താവുകയും ചെയ്യും. അതുകൊണ്ട് സ്കോട്ട്ലൻഡ് വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇന്നത്തെ സ്കോട്ട്ലൻഡ് ഓസ്ട്രേലിയ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫസ്റ്റ് ബാറ്റിംഗിൽ സ്കോട്ട്ലൻഡ് അടിച്ചു കളിച്ചു. ഓസീസ് ബൗളേഴ്സിനെ സ്കോട്ട്ലൻഡ് തല്ലിച്ചതച്ചു. അങ്ങനെ ഇന്ന് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസാണ് സ്കോട്ട്ലൻഡ് അടിച്ചുകൂട്ടിയത്. സെക്കൻഡ് ബാറ്റിങ്ങിന് ഓസ്ട്രേലിയ ഇറങ്ങി. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഡേവിഡ് വാർണർ 1 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. പിന്നീട് വന്ന മിച്ചൽ മാർഷും പെട്ടെന്ന് ഔട്ടായി. 8 റൺസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാക്സ്വെൽ വന്നതും പോയതും വേഗത്തിലായിരുന്നു. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ ഓസ്ട്രേലിയ ഒരുക്കമല്ലായിരുന്നു. ട്രെവിസ് ഹെഡും മാർക്കസ് സ്റ്റോയിനിസും കൂടി അടിച്ചു കളിച്ചു. അങ്ങനെ കളി അവസാന ഓവറിലേക്ക് എത്തി. അവസാന ഓവറിൽ മാത്യു വേഡും ടിം ഡേവിഡുമായിരുന്നു ക്രീസിൽ. ലാസ്റ്റ് 6 ബോളിൽ 5 റൺസ് ഓസ്ട്രേലിയൻ ടീമിന് ആവശ്യമായിരുന്നു. ആദ്യ 2 ബോളിൽ 2 റൺസ് ഓസ്ട്രേലിയ എടുത്തു. തേർഡ് ബോളിൽ ഡബിൾ ഓടി. പിന്നീട് ഫോർത്ത് ബോളിൽ 6 അടിച്ച് ഓസ്ട്രേലിയ കളി ജയിപ്പിച്ചു. 2 ബോൾ ബാക്കി നിൽക്കുകയാണ് ഓസ്ട്രേലിയ കളി ജയിച്ചത്. സ്കോട്ട്ലൻഡ് ശരിക്കും ഓസീസ് ടീമിനെ വിറപ്പിച്ചിരിക്കുകയാണ്. ഒരു തലനാരിഴയ്ക്കാണ് ഓസ്ട്രേലിയ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു അട്ടിമറി വിജയം കാണാൻ സാധിച്ചേനെ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.